ഗായ്സ്, അപ്പോ ഇന്ന് നമ്മളൊരു ട്രീ ഹൗസ് ബിൽഡ് ചെയ്യാൻ പോണ്. അതും ഇവിടെയുള്ള തേനീച്ചകളുടെ തേൻ എടുത്തുകൊണ്ട്. ലെറ്റ്സ് ഗോ. ടോയോക്സേ, നീ ഇങ്ങനെ നടന്നോ? ഞാനിവിടെ തേനീച്ചനൊക്കെ പിടിച്ച് എന്റെ ട്രീ ഹൗസ് ബിൽഡ് ചെയ്തോണ്ടിരിക്കാണ്. ഈ ഗായ്സ്, അത് ഷിൻജാനല്ലേ ഗായ്സ്? അതെ ഗായ്സ്, ഷിൻജാനാന്ന് എനിക്ക് തോന്നുന്നത്. അവനിവിടെ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എടാ ഷിൻജാനെ, നീയോ? അതെ ടോയോക്സേ, ഇത് ഞാനാടാ. എന്റെ കയ്യിൽ കണ്ട. ഇതെന്താ ഷിൻജാനെ? ഇതൊന്നും അറിയില്ലേ ടോയോക്സേ? എനിക്ക് ഇതാണ് തേനീച്ചനെ പിടിക്കണമല്ല. ഞാൻ കാണിച്ചാൽ എങ്ങനെ തേനീച്ചനെ പിടിക്കാന്നുള്ളത്. ഇങ്ങോട്ട് പറ ടോയോക്സേ, ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് തേനീച്ചനെ പിടിക്കാന്നുള്ളത്. ഓക്കെ, അവിടെ ഒരു കറുപ്പ തേനീച്ചുണ്ട്. നമുക്ക് അതിനെ പോയി പിടിക്കാം. എടാ ഷിൻജാനെ, എന്റെ കയ്യിൽ വലിയല്ലടാ. ഇന്റെ ടോയോക്സേ, അത് കയ്യിലെടുത്ത് പിടിക്കി. ഓ ഗായ്സ്, ഇതാണ് നമ്മുടെ വില. കണ്ടോടെ ടോയോക്സേ, ഞാൻ ആ കറുപ്പ തേനീച്ചനെ പിടിച്ച്. ഓക്കെ, അപ്പൊ ഇതേപോലെ നീയും പിടിക്കണം. എന്നാലാണ് നമുക്ക് കുറെ അധികം തേൻ കിട്ടുള്ളൂ. അതെ ഗായ്സ്, എന്നാലാണ് നമുക്ക് കുറെ തേൻ കിട്ടുള്ളൂ, ഷിൻജാൻ പറഞ്ഞ പോലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തേനീച്ചനെ പിടിക്കാൻ നോക്കാം. ഓക്കെ, ലെസ്കു. എടാ ഷിൻജാൻ, ഇത് എങ്ങനെയാണ് തേനീച്ചനെ പിടിക്കണത്? അത് ടോയോക്സേ ചാടി പിടിച്ചാൽ മതി. ആ, കിട്ടി ഗായ്സ്, നമുക്ക് തേനീച്ചനെ കിട്ടി. എടാ ഷിൻജാൻ, എനിക്ക് ആദ്യത്തെ തേനീച്ചനെ കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ടോയോക്സേ, ഇനി നമുക്കുണ്ടല്ലോ ഹണിയൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ വീട് നമുക്ക് വലിയ വീടാക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഹണിയോ? അതെവിടെന്നാ ഷിൻജാനെ? അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നീ നിന്റെ വീട്ടിലേക്കാണ് പോണ്ടത്. ഓക്കെ ഗായ്സ്, അപ്പൊ ഷിൻജാൻ പറഞ്ഞിരിക്കണത് നമ്മളോട് വീട്ടിൽ പോയിട്ട് ഹണി കളക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഷിൻജാനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എടാ ഷിൻജാനെ, ഇങ്ങോട്ട് വന്നേടാ. ആ വരുന്ന ടോയോക്സേ, ഞാൻ എന്തായാലും ഒരു തേനീച്ചനെ പിടിച്ചിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പൊ ഷിൻജാൻ ഒരു തേനീച്ചനെ പിടിച്ച് വരാന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ട്രീ ഹൗസിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ട്രീ ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അല്ല ഗൈസ്, ഷിൻജാനെ കാണാനില്ല. ആ ഗൈസ്, ഷിൻജാന്റെ വരുന്നേ. ഓക്കെ, എടാ ഷിൻജാനെ, ഇനി നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ടോയോക്സേ, നീ ഇത് കണ്ടോ? ഇതാണ് ഹണി കളക്ടർ. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഹണി കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നാണ് ഹണിയൊക്കെ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും ഹണി കളക്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഇപ്പൊ നമ്മുടെ 937 ഹണി ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ടോയോക്സേ, ഇനി നമുക്ക് ഈ പാത്താണ് അൺലോക്ക് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പാത്ത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മുടെ പാത്ത് എങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ കുറെ സംഭവമുണ്ട്. ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ വേറെ പാത്ത്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു ന്യൂഗാൻ ഹണി കളക്ടർ എന്നുകൊണ്ട് കളക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 20 ഹണി കൊടുത്താൽ മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് മേടിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഗൈസ്, നമുക്ക് ഇവിടുന്ന് കുറെ അധികം ഹണി കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഓറഞ്ച് ഹണി കളക്ടർ ആണ് മേടിക്കേണ്ടത്. അപ്പൊ അതെന്തായാലും നമുക്ക് വഴിയെ സെറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, ടോയോക്സേ, ഇങ്ങനെയൊന്നും കിടന്ന് നടന്നാ പോരാ. നമുക്ക് ഇവിടെ കുറെ തേനീച്ചകളൊക്കെ പിടിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗ്ഗുകളൊക്കെ ഹാച്ച് ചെയ്യാൻ പറ്റും. ആണോടെ ഷിൻജാനെ, നമുക്ക് എഗ് ഒക്കെ ഹാച്ച് ചെയ്യാൻ പറ്റും? അതെ ടോയോക്സേ, നമുക്ക് എഗ്ഗൊക്കെ ഹാച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. അല്ലടെ ഷിൻജാനെ, അപ്പൊ നിന്റെ ട്രീ ഹൗസ് എവിടെയാണ്? ഇതൊക്കെ എന്ത് ചോദ്യമാണ് ടോയോക്സേ? എന്റെ ട്രീ ഹൗസ് അവിടെ ഉണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാം. വേഗം വാ ഗൈസ്, അപ്പൊ നമുക്ക് ഷിൻജാന്റെ ട്രീ ഹൗസ് കാണാൻ പോവാം. ലെറ്റ്സ് ഗോ. എടാ ഷിൻജാനെ, പയ്യെ പോടാ. ആരെ ടോയോക്സേ പയ്യടെ പോണത്? നീ വേഗം വാ. എടാ ഷിൻജാനെ, ഇതാണോ നിന്റെ ട്രീ ഹൗസ്? അതെ ടോയോക്സേ, ഇതാണ് എന്റെ ട്രീ ഹൗസ്. കണ്ടു എങ്ങനെയുണ്ട്? കണ്ടു ടോയോക്സേ, എന്റെ എന്തോരം ഹണി കളക്ടറാ നോക്കിയേ. ഗൈസ്, കണ്ടു ഗൈസ്, ഷിൻജാന്റെ മൊത്തം 6 ഹണി കളക്ടർ ഉണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഇതേപോലെ കുറെ അധികം ഹണി കളക്ടർ വെക്കണം. എന്നാലാണ് നമുക്ക് കുറെ അധികം ഹണി കിട്ടുള്ളൂ. ഓക്കെ, എടാ ഷിൻജാൻ, ഇതെന്താണ് മോളിക്ക് ഒരു ലാഡർ? എന്ത് ചോദ്യം ടോയോക്സേ? ട്രീ ഹൗസ് എന്ന് വെച്ച് പിന്നെ അടിയിലുണ്ടാവാ. എന്ത് മണ്ടനാണ് നീ ടോയോക്സേ? അല്ലട ഷിൻജാൻ, എനിക്ക് പെട്ടെന്നൊന്നും തോന്നിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും മുകളിൽ കയറിട്ട് വരാം. വാ, പിന്നാലെ വന്നോ. ഗൈസ്, അപ്പൊ നമ്മള് ഷിൻജാന്റെ വീട് കാണാൻ പോവാണ്. ഓക്കെ, കണ്ടു ഗൈസ്, ഇതാണ് ഷിൻജാന്റെ വീട്. ടോയോക്സേ, ഇതാണ് എന്റെ പുതിയ ലൈബ്രറി. ഗൈസ്, ഇതാണ് ഷിൻജാന്റെ ലൈബ്രറി. കണ്ടു ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ്, നമുക്ക് ഇതേപോലത്തെ ലൈബ്രറി ഒക്കെ സെറ്റ് ആക്കണം. കണ്ടു ടോയോക്സേ, എന്റെ ലൈബ്രറിയുടെ പണി മൊത്തം കഴിഞ്ഞ്. എവിടെ നോക്കട്ടെ ഷിൻജാനെ? ഗൈസ്, കണ്ടു ഗൈസ്, ഇതാണ് ഷിൻജാന്റെ ലൈബ്രറി. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ്, നമുക്ക് ഇതേപോലത്തെ ഒരു ലൈബ്രറി സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ബേസിൽ പോയിട്ട് നമുക്കൊരു ട്രീ ഹൗസ് സെറ്റ് ആക്കണം ഗൈസ്. അപ്പൊ നമുക്ക് ഷിൻജാനോട് എന്തായാലും പറഞ്ഞിട്ട് പോവാം. എടാ ഷിൻജാനെ, ആരെ ടോയോക്സേ? ഞാനപ്പോ എന്റെ ബേസിൽ പോയിട്ട് ഞാനൊരു ട്രീ ഹൗസ് സെറ്റ് ആക്കട്ടെ ഷിൻജാനെ. ഓക്കെ ടോയ്സ്, എന്തായാലും സെറ്റ് ആക്കിട്ട് വാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ബേസിൽ പോയിട്ടൊരു ട്രീ ഹൗസ് സെറ്റ് ആക്കണം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പാത്ത് അൺലോക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ കണ്ട ഗൈസ് നമ്മുടെ ഷിൻജാന്റെ വീട്. അപ്പൊ ഗൈസ്, നമുക്ക് ഷിൻജാനെ വെട്ടിച്ച് നമ്മുടെ ട്രീ ഹൗസ് വലിയ ട്രീ ഹൗസ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. അതേപോലെ നമുക്ക് ഷിൻജാനെ തോപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ് ചെയ്ത് ആരും പോലെട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മുടെ 800 സംതിങ് അണി ആയിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം കളക്ട് ചെയ്തിട്ടുള്ള ഗൈസ്, നമുക്ക് ഇവിടെ ഫൗണ്ടേഷൻ അല്ല ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പാത്ത് ചെയ്തേക്കാം. പാത്ത് മൊത്തം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, ലാമ്പ് ഒന്നും നമുക്ക് ഇപ്പൊ ചെയ്യണ്ട ഗൈസ്. നമുക്ക് ആവശ്യമുള്ളത് ഹണി കളക്ടർ ആണ്. അപ്പൊ അടുത്ത നമുക്ക് ഓറഞ്ച് ഹണി കളക്ടർ മേടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പൊ നമ്മുടെ 3 ഹണി കളക്ടർ ആയിട്ടുണ്ട്. നമ്മുടെ ഷിൻജാന്റെ കയ്യിലുള്ള ഗൈസ് ഏകദേശം 8 or 9 ഹണി കളക്ടർ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വേഗം തന്നെയുള്ള ഗൈസ്, നമുക്കും അത്രത്തോളം ഹണി കളക്ടർ ഒക്കെ വെക്കണം. ഓക്കെ, പിന്നെ ഗൈസ്, ഇവിടെ പർപ്പിൾ അപ്ഗ്രേഡർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇതെന്താണ് ഗൈസ്? എന്തായാലും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഗൈസ്, അപ്പൊ ഇനിയുള്ള ഗൈസ് നമുക്ക് ഹണിയൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഹണിയൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഹണി കളക്ട്
ചെയ്തിട്ട് നമുക്ക് ഈ ഫൗണ്ടേഷൻ എന്തായാലും ബിൽഡ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, ഫൗണ്ടേഷൻ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു ഗൈസ്, നമ്മുടെ ട്രീ ഹൗസിന്റെ ഫൗണ്ടേഷൻ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു ലാഡർ ആണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, ലാഡർ ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് മുകളിലോട്ട് കയറി പോയിട്ട് നമ്മുടെ ട്രീ ഹൗസിന്റെ പരിപാടികളൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ, ആദ്യം തന്നെ ഫെൻസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ടെലിസ്കോപ്പ്, പ്ലാന്റ്സ്, ഫൗണ്ടേഷൻ. ഓക്കെ ഗൈസ്, ഒക്കെ ഞാൻ സെറ്റ് ആക്കട്ടെ. പിന്നെ ഗൈസ് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ ബ്രിഡ്ജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കയറാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അതെ ഗൈസ്, നമ്മളങ്ങനെ ഇപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. പിന്നെ ഗൈസ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എൻട്രൻസ് ആണ്, നമ്മുടെ ലൈബ്രറിക്കുള്ള എൻട്രൻസ്. ഓക്കെ, അപ്പൊ ഞാൻ എൻട്രൻസ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈബ്രറി ഫ്ലോർ, ഓക്കെ, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മളങ്ങനെ ഒരു മാറ്റ് മേടിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, ഇപ്പൊ നമ്മുടെ കണ്ട ഗൈസ് 1.4K ഹണി ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈബ്രറിയുടെ പണി മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. ലേറ്റ്സ് ഗൈസ്, അങ്ങനെ നമ്മള് ലൈബ്രറിയുടെ പണി മൊത്തം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമുക്ക് ഈ ബാരല് മേടിച്ചേക്കാം. അതേപോലെ തന്നെ ഇവിടെ ഫൗണ്ടേഷൻ ഉണ്ട്. അവിടെ ഫൗണ്ടേഷൻ ഉണ്ട്. ഓ ഗൈസ്, ഇത് മൂളിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ലാഡർ ബിൽഡ് ചെയ്തിട്ട് അവിടേക്ക് ഒന്ന് കയറി പോട്ടെ. ഓക്കെ, ഇവിടെ വോള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് സെറ്റപ്പ്. ഓ ഗൈസ്, നമുക്ക് നമ്മുടെ ട്രീ ഹൗസിൽ ഗെയിമിംഗ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അതന്നെ ആദ്യം ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാനൊരു ഗെയിമിംഗ് സെറ്റപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, നോക്കട്ടെ. ഇല്ല ഗൈസ്, നമുക്ക് ടി വി ഓൺ ആക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ടി വി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് കുറച്ചു നേരം ഗെയിം കളിച്ചേക്കാം. ലെറ്റ്സ് ഗോ. നോ ഗൈസ്, ഈ ടി വി വർക്ക് ചെയ്യില്ല എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇവിടെ വൈഫൈ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ടിവിയിൽ വാൾപേപ്പർ മാത്രം ഇരിക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് തേനീച്ചനെ പിടിച്ചിട്ട് വരാം. ഓ ഗൈസ്, ഇവിടെ ആയിട്ട് പുതിയ കളക്ടർ വന്നിട്ടുണ്ട്. ഗ്രേ ഹണി കളക്ടർ, റെഡ് ഹണി കളക്ടർ, ഡാർക്ക് ബ്ലൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഗ്രേ ഹണി കളക്ടർ മേടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മാക്സിമം ഹണിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തേനീച്ചനെ പിടിക്കാട്ടെ ഗൈസ്. അപ്പൊ ഷിൻജാൻ നമ്മളോട് പറഞ്ഞേക്കണത് തേനീച്ചനെ പിടിച്ചിട്ട് എഗ്ഗുകളൊക്കെ ഹാച്ച് ചെയ്യാന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും മാക്സിമം തേനീച്ചകളൊക്കെ പിടിക്കാട്ടെ ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ തേനീച്ചനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഗൈസ് കുറെ ടൈപ്പ് തേനീച്ചകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ 20 തേനീച്ച ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഗൈസ് നമുക്ക് എഗ് ഹാച്ച് ചെയ്യേണ്ടത് അതെനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഗൈസ് ഇവിടെ ആയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെന്താണ് ഗൈസ്? ഓ ഗൈസ്, അതൊരു തേനീച്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അതെന്തോ ഒരു റയർ തേനീച്ചയാണ്. അപ്പൊ നമുക്ക് അവനെ പിടിച്ചേക്കാം. ഓക്കെ, ലേസ് ഗോ. അപ്പൊ ഞാൻ അങ്ങനെ ഇവനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ലേസ് ഗോ. ഓ ഗൈസ്, നമുക്കപ്പോ 74 തേനീച്ചനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇതിൽ എഗ് ഒക്കെ മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. ലേസ് ഗോ. ഗൈസ്, അത് ഷിൻജാനല്ല ഗൈസ്. ഷിൻജാൻ എന്തോ ഒപ്പിക്കാൻ പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ചെന്ന് നോക്കട്ടെ ഗൈസ്. എടാ ഷിൻജാന, ഇവിടെ എന്താ പരിപാടി? അത് ടോയോക്സെ, ഇവിടെ നിന്നാണ് നമുക്ക് എഗ്ഗുകളൊക്കെ ഹാച്ച് ചെയ്യേണ്ടത്. എന്റെ കൂടെ ഒരു ബീനെ കണ്ടു. അതേപോലെ നിനക്കും ബീകളെ കിട്ടും. അപ്പൊ അതിന് ഇവിടെ വന്നിട്ട് എഗ്ഗുകൾ മേടിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും എഗ്ഗ് മേടിച്ചേക്കാം. നമുക്ക് വേണം ഗൈസ് കുറച്ച് തേനീച്ചകള്. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ ടൈപ്പ് എഗ്ഗുകൾ ഉണ്ട്. നോർമൽ എഗ് ഉണ്ട്, ജംഗിൾ എഗ് ഉണ്ട്, വാട്ടർ എഗ്, ലാവ് എഗ്, മാജിക് എഗ്, ഗോൾഡൻ എഗ്. ഓക്കെ, അപ്പൊ ഈ ഗോൾഡൻ എഗിനൊക്കെ 1K തേനീച്ചന വേണം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു നോർമൽ എഗും അതേപോലെ തന്നെ ഒരു ജംഗിൾ എഗ് മേടിച്ചേക്കാം. ഓക്കെ, അങ്ങനെ 2 എഗ്ഗുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പെറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് എക്യൂപ്പ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ 2 എഗ്ഗുകൾ ഞാൻ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടു. അപ്പൊ ഇവിടെ ആയിട്ട് കണ്ട ഗൈസ് പെർസെന്റേജ് കാണിക്കണത്. അപ്പൊ ഇത് 100% ആവണമെങ്കിൽ ഈ എഗ് ഹാച്ച് ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബേസിൽ പോയിട്ട് ട്രീ ഹൗസിന്റെ പണികൾ നോക്കാം. അപ്പോഴേക്കും നമ്മുടെ എഗ്ഗുകളൊക്കെ ഹാച്ച് ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ട്രീ ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഈ ഹണി കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രീ ഹൗസിന്റെ പണികൾ നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ചെയ്യേണ്ടതുള്ള ഗൈസ് ഇവിടെ ഒരു മെഷ്റൂം വെക്കണം. ഓക്കെ, 35 ഹണി കൊടുത്ത് ഞാൻ ഒരു മെഷ്റൂം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ മെഷ്റൂമിൽ നമുക്ക് ചാടി പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, കണ്ടു ഗൈസ്, ഈ മെഷ്റൂമിൽ നമുക്ക് ഇങ്ങനെ ചാടാൻ പറ്റും. ഓക്കെ, അതേപോലെ ഹൗസ് ഫൗണ്ടേഷൻ. ഓക്കെ, ഹൗസ് ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലാഡറും വെച്ചിട്ടുണ്ട്. ഓ ഗൈസ്, അപ്പൊ മുകളിലാണ് നമ്മുടെ വീട് സെറ്റ് ആക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും മുകളിലൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ മുകളിൽ എത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ വീട് സെറ്റ് ആക്കേണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും 250 ഹണി കൊടുത്ത് വോൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വോള് മൊത്തം അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കിച്ചൺ സെറ്റ് ആക്കണം. അതേപോലെ തന്നെ ടോയ്ലറ്റ്, ഇന്റീരിയർ, റൂഫ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ആകെ 354 ഹണിയുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും റൂഫ് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ റൂഫ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് കുറെ അധികം ഹണി വേണം. എന്നാലാണ് നമുക്ക് നമ്മുടെ വീടിന്റെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, പിന്നെ നമുക്കൊരു പുതിയൊരു തേനീച്ചക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മോസ്റ്റ് ട്രിപ്പിഡ് ബി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇവൻ നമുക്ക് എന്തോ എബിലിറ്റി ഒക്കെ തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ ഗൈസ്. കണ്ടോ ഗൈസ്, ഇവൻ +1 ജമ്പ് തരും. ഓക്കെ, അപ്പൊ ഇവനെ എക്യൂപ്പ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, കണ്ടോ ഗൈസ്, അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ 531 ഹണി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കളക്ട് ചെയ്തിട്ട് റെഡ് ഹണി കളക്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് ഡാർക്ക് ബ്ലൂ ഹണി കളക്ടർ ആണ് വെക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് 680 ഹണി വേണം ഗൈസ്. ഓ നോ, അത് ഇത്തിരി സീനാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ഇവിടെ കണ്ട ഗൈസ് വെപ്പൺ വോൾട്ട്. ഓ, അപ്പൊ നമുക്ക് ഗണ്ണൊക്കെ എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമുക്ക് ഗണ്ണൊക്കെ എടുക്കാൻ പറ്റും. ലേറ്റ്സ് ഗോ. ഗൈസ്, അത് ഷിൻജാനല്ല ഗൈസ്. അതെ ഗൈസ്, അത് ഷിൻജാനാണ്. അപ്പൊ ഷിൻജാൻ നമ്മളെ വെട്ടിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മളെ
ഷിൻജാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണത്? എടാ ഷിൻജാനെ ഇവിടെ എന്താണ് പരിപാടി? അത് ടോയ്ക്സ് ഞാനിവിടെ തേനീച്ചനെ മുട്ട പിടിക്കാനുള്ള പരിപാടിയില്ല. എന്ത് ഷിൻജാനെ മുട്ടയോ? അത് പിന്നെ ടോയ്ക്സ് ഞാൻ പിന്നെ പറയാം. ഞാനിപ്പോ എന്തായാലും എന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. അപ്പൊ ഷിൻജാൻ നമ്മളെ വെട്ടിക്കാനുള്ള പരിപാടിയിൽ തന്നെയാണ്, എനിക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗതയുള്ള ഗൈസ് കുറെ അധികം ഹണി കളർ കൂടെ വെക്കണം ഗൈസ്, എന്നാലാണ് നമുക്ക് കുറെ അധികം ഹണിയൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഡാർക്ക് ബ്ലൂ ഹണി കളർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഒരു 4 ഹണി കളർ കൂടി വെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്കുണ്ടല്ലോ നമ്മുടെ ഷിൻജാന്റെ ബേസിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ വേഗം ഒന്ന് ഷിൻജാൻ കാണാണ്ട് അവന്റെ ബേസിക്ക് ഒന്ന് പോട്ടെ ഗൈസ്. ഊനോ ഗൈസ്, ഇതാണ് ഷിൻജാന്റെ ബേസ്. അതെ ഗൈസ്, ഇതാണ് ഷിൻജാന്റെ ബേസ്. കണ്ടു ഗൈസ്, ഷിൻജാന്റെ ലേസർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കിടക്കാണെങ്കിൽ നമ്മൾ എന്തായാലും ഡെഡ് ആവും എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഷിൻജാൻ ഇവിടെ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവന്റെ ബേസ് ഒന്ന് ചുറ്റി നോക്കി നോക്കാം. എന്താ ടോയ്ക്സ് ഇവിടെ പരിപാടി? ഷിൻജാൻ ഇരിക്കണ്. അതൊന്നുമില്ലടെ ഷിൻജാനെ, ഞാനുണ്ടല്ലോ ഞാനിവിടെ തേനീച്ചനെ പിടിക്കാൻ വന്നാണ്. കണ്ടോ എന്റെ കയ്യിൽ വല? നടക്കട്ടെ ടോയ്ക്സ്, ഞാൻ എന്തായാലും കുറച്ചേരം വിശ്രമിക്കട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ പറ്റിയ സമയം. ഷിൻജാൻ അവിടെ വിശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ടൈം ഉള്ള ഗൈസ്, ഈ ടൈം നമുക്ക് നമ്മുടെ ബേസ് വലിയ ബേസ് ആക്കി എടുക്കണം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ബേസിൽ പോയിട്ട് കുറച്ച് ഹണിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ആക്കട്ടെ ഗൈസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഫെൻസ് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വേലി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ലാമ്പ് വെക്കണം, അതേപോലെ ഒരു ഓണർ ഓൺലി ഡോറ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ്, നമുക്ക് കീ കാർഡ് വെച്ചിട്ട് നമ്മുടെ ഡോർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, കണ്ടോ ഗൈസ്, ഇനി നമ്മുടെ ബേസിക്ക് ആരും കേറില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്കൊരു ലാമ്പ് മേടിച്ചേക്കാം. അതേപോലെ തന്നെ ഒരു പെയിന്റ് സ്റ്റേഷൻ ഫൗണ്ടേഷൻ. ഓക്കെ, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാരേജ് ഫൗണ്ടേഷൻ, പിന്നെ ഗാരേജ് വോള്. ഗൈസ്, ഇതിൽ കുറേ സംഭവം നമുക്ക് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ ആദ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാം. അപ്പൊ ഇവിടെ ആയിട്ട് മെഷ്റൂം വെച്ചിട്ടുണ്ട്. ലേസ് ഗോ. അപ്പൊ ഇതിന്റെ മുകളിൽ കയറി നമുക്ക് ചാടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ചാടാൻ പറ്റും. ലേസ് ഗോ. അപ്പൊ ഇവിടെ കണ്ട ഗൈസ്, പെയിന്റ് സ്റ്റേഷൻ വെക്കണമെങ്കിൽ നമുക്ക് 10K ഹണി കൊടുക്കണം. അപ്പൊ അത്രത്തോളം ഹണിയൊന്നും നമ്മുടെ ഇല്ലാടെ ഗൈസ്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മുകളിലത്തെ പരിപാടികൾ സെറ്റ് ആക്കാം. അതായത് നമ്മുടെ വീടിന്റെ പരിപാടികൾ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും മുകളിലൊന്ന് കയറി പോട്ടെ ഗൈസ്. ലേസ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഫ്ലോറ് അതേപോലെ തന്നെ ഡോറ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റൂം സെറ്റ് ആക്കിയേക്കാം. ഓക്കെ, ഇന്റീരിയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ടോയ്ലറ്റ് ആണ് സെറ്റ് ആക്കാനുള്ളത്. അപ്പൊ ടോയ്ലറ്റിന് 600 ഹണി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, 600 ഹണി നമ്മുടെ ഇല്ല ഗൈസ്. അപ്പൊ ഞാൻ പോയിട്ട് 600 ഹണി കളക്ട് ചെയ്യട്ടെ. അതിനു മുമ്പ് ഗൈസ് ഇവിടെ സീലിംഗ് ലൈറ്റ് വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഒരു സീലിംഗ് ലൈറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. രാത്രി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ സീലിംഗ് ലൈറ്റ് വെച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അടിയിൽ പോയിട്ട് കുറച്ചും കൂടി ഹണി ഒന്ന് കളക്ട് ചെയ്തിട്ട് പറ്റട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഹണി കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഗ്രീൻ അപ്ഗ്രേഡർ എനിക്ക് തോന്നുന്നില്ല ഗൈസ്, ഇതേപോലത്തെ വേറെ എന്തോ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് മേടിച്ചിട്ടുണ്ട്. ഗൈസ്, കണ്ടോ ഗൈസ്, അത് തന്നെയാണ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഹണിയൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്ത് തരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലേറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ 3 കൂടി വെക്കാൻ പറ്റും. അതെന്താണ് വരാത്തെന്ന് എനിക്ക് അറിയില്ല. അത് എനിക്ക് തോന്നുന്നില്ല ഗൈസ്, വൈകാതെ വരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, നമുക്ക് പുതിയൊരു ബീം കൂടി കിട്ടിയിട്ടുണ്ട്. കണ്ടു, ഇവനെ ഞാൻ കണ്ടില്ല ഗൈസ്. അപ്പൊ ഇവൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണേന്ന് നോക്കട്ടെ. ഓക്കെ, ഇവൻ നമുക്ക് 4.8 സ്പീഡ് തരും. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഓടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ ഗൈസ്, നമുക്ക് ഉണ്ടല്ലോ കുറച്ചും കൂടിയും ബീനെ പിടിച്ചിട്ട് നമുക്ക് എഗ് മേടിച്ചേക്കാം. ഓക്കെ, പിടിക്കറ. ഓക്കെ ഗൈസ്, അവൻ ഞാൻ പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഗൈസ് ഇവിടെ കുറെ അധികം ബീകളുണ്ട്. അപ്പൊ ഈ മരം മൊത്തം ഞാനൊന്ന് പിടിച്ചിട്ട് പുതിയൊരു എഗ് മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഗൈസ്, ആ പോണത് ഷിൻജാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ആ പോണത് ഷിൻജാനാണ്. അപ്പൊ ഷിൻജാൻ നമ്മുടെ പോലെ തേനീച്ചനെ പിടിക്കാൻ ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും അവന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. എടാ ഷിൻജാനെ, ഇവിടെ എന്താണ് പരിപാടി? ഇതാരാ ടോയോക്സോ? ഞാനിവിടെ ഈ വല കൊണ്ട് മീനെ പിടിക്കാൻ പറ്റും നോക്കാണ്. എടാ ഷിൻജാനെ, ഈ വല കൊണ്ട് നമുക്ക് മീനെ പിടിക്കാൻ പറ്റില്ല. നമുക്ക് തേനീച്ചനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് പോയാ ടോയോക്സ്, എനിക്ക് കുറെ മീനെ കിട്ടി, ഞാൻ പോവാ. ഗൈസ്, അപ്പൊ ഷിൻജാൻ നമുക്കിട്ട് വെച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഷിൻജാൻ ഒരു വെറൈറ്റി ബീനെ പിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഷിൻജാൻ പിടിക്കണേ മുമ്പേ അതിനെ നമുക്ക് പിടിക്കണം. അപ്പൊ അതിന് പിടിക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് കുറെ അധികം ബീസിനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഷിൻജാനെ പറ്റിച്ചിട്ട് നമുക്ക് അതിനെ പിടിക്കാൻ നോക്കാം. എടാ ഷിൻജാൻ, അതിനെ പിടിക്കല്ല, അത് വിഷാണ്. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നീ ഡെഡ് ആവും. ഒന്ന് പോയാ ടോയോക്സ്, തള്ളാണ്ട്. അല്ലടാ ഷിൻജാൻ, ഞാൻ സത്യമാണ് പറഞ്ഞത്. അപ്പുറത്തുണ്ടല്ലോ വലിയൊരു ബീ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ അതിനെ പിടിച്ചൂടെ? എന്ത് വലിയ ബീയോ? അതേടാ ഷിൻജാനെ, വലിയ ബീ ദേ അപ്പുറത്തായിട്ടുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാം, വേമ്പ. കണ്ടോ ഷിൻജാനെ, ഈ ഒരു കേവ് ഇതിന്റെ എൻഡിലായിട്ട് ഒരു വലിയ ബീ ഉണ്ട്. അപ്പൊ അവനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ അധികം ബീനെ കിട്ടും. ഓക്കെ ടോയ്സ്, ഞാനൊന്ന് പോയി പിടിച്ചിട്ട് തരാം. ഗൈസ്, അപ്പൊ ഷിൻജാനെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ബീനെ പിടിക്കട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ഈ ബീനെ പിടിക്കാൻ പോവാണ്. ലേറ്റ്സ് ഗോ ഗൈസ്. കണ്ടോ ഗൈസ്, ഇപ്പൊ നമുക്ക് 80 ബീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വേഗം തന്നെ എഗ് മേടിക്കാൻ പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എഗ് മേടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഗൈസ് നമുക്ക് ഏതെങ്കിലും വെറൈറ്റി എഗ് മേടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമുക്ക് ഈ വാട്ടർ എഗ് മേടിക്കാം. നോ ഗൈസ്, വാട്ടർ എഗിന് 100 ബീനെ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ഈ
ജംഗിൾ എഗ് തന്നെ മേടിച്ചേക്കാം. ഓക്കെ, ജംഗിൾ എഗ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള ഗൈസ് ഈ എഗ് നമുക്ക് എക്യൂപ്പ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഈ എഗ് എക്യൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബീനെ അൺഎക്യൂപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ഇവൻ അൺഎക്യൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ മുട്ട എക്യൂപ്പ് ചെയ്യാം. ഓക്കെ, ഈ മുട്ടയിൽ അത്യാവശ്യം നല്ല ബീനൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ബേസിന്റെ പരിപാടി സെറ്റ് ആക്കാം. നമുക്ക് ഷിൻജാനെ എങ്ങനെയെങ്കിലും തോപ്പിക്കാനുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ വേഗം ഒന്ന് ബേസിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മുടെ 9.8 ഹണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ് വേഗം പോയിട്ട് നമ്മുടെ റൂമിന്റെ പരിപാടികളൊക്കെ നോക്കട്ടെ. നമുക്ക് ഇനി ഒരു ടോയ്ലറ്റ് ആണ് വെക്കാനുള്ളത്. അപ്പൊ വേഗം പോയിട്ട് ഞാൻ ടോയ്ലറ്റ് വെക്കട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. അതിനു മുമ്പ് ഗൈസ് ഇവിടെ ആയിട്ട് നമുക്ക് വേറെ എന്തോ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. നമ്മുടെ ഷിൻജാനൊക്കെ ചെയ്തില്ല ഗൈസ് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം. അപ്പൊ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഓക്കെ, ഫ്ലോർ മേടിച്ചിട്ടുണ്ട്, ഫെൻസ് മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവസാനം ഞാൻ ഒരു ലാമ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 70 ഹണിയും കൂടി കൊടുക്കുകയാണെങ്കിൽ സീലിംഗ് ലൈറ്റ് മേടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ സീലിംഗ് ലൈറ്റ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, കണ്ടോ ഗൈസ്, നമ്മൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കിലായിട്ട് ഒരു മെഷ്റൂം വെക്കണം. ഓക്കെ ഗൈസ്, മെഷ്റൂം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ നിന്ന് ചാടി ഡയറക്റ്റ് മോളിക്ക് പോകാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ അതിന് ചാടി നോക്കാം. ഓ ഗൈസ്, കണ്ടോ ഗൈസ്, നമ്മളങ്ങനെ ഡയറക്റ്റ് മോളിക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് ഇവിടെ സീറ്റ് വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ 2 സോഫ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഹൈറ്റ് ഇല്ലാത്ത കാരണം അത്രയൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ടോയ്ലറ്റ് ആണ് വെക്കേണ്ടത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഈ റൂമിന്റെ പരിപാടി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, കിച്ചൺ ഫ്ലോർ. ഓ, നമുക്ക് കിച്ചൺ സെറ്റ് ആക്കണം. ഓക്കെ, ടേബിൾ വെച്ചിട്ടുണ്ട്. അതേപോലെ കിച്ചൺ സെറ്റ് ആയിട്ട് ഗൈസ്, കിച്ചൺ സെറ്റ് ആയിട്ട്. ഓ ഗൈസ്, കണ്ടോ ഗൈസ്, നമ്മുടെ വീടിന്റെ മുകളിലായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്ലാന്റ്സ് വെക്കാൻ പറ്റും. ഓക്കെ, പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ ലിവിംഗ് റൂം ഫ്ലോർ. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. ലിവിംഗ് റൂം. ഓ ഗൈസ്, കണ്ടോ ഗൈസ്, നമ്മളിവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ TV നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് ടിവിയിലും വാൾപേപ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ഫൗണ്ടേഷൻ എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇവിടെ നമുക്ക് വേറെ എന്തോ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് നമുക്ക് 2000 ഹണി വേണം ഗൈസ്. ഓ നോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ ഷിൻജാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, കണ്ടു ഗൈസ്, ഷിൻജാന്റെ വീടിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ ഷിൻജാനെ, ഇതാരാണ് ടോയോക്സോ? നിനക്ക് ഞാൻ തുറന്നു തരാം. എന്റെ വീടൊന്ന് നോക്കി. വെൽക്കം ടോയോക്സ്, എന്റെ വീടൊന്ന് കണ്ടോക്കി. ഓ എടാ ഷിൻജാനെ, ഇതൊക്കെ എന്താണ്? ഇവിടെ എന്താണ്? ഇത് ഗാരേജ് ആണോ ഷിൻജാനെ? അതെ ടോയോക്സ്, ഇത് ഗാരേജ് ആണ്. കണ്ടു, ഇവിടെ കാർഡൊക്കെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓ ഗൈസ്, കണ്ടു ഗൈസ്, ഷിൻജാന്റെ വീട്ടില് ഗാരേജ് ഒക്കെ. ഓക്കെ, അതേപോലെ ഷിൻജാൻ എന്തൊക്കെ വെറൈറ്റീസ് നമ്മളൊക്കെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഓ ഷിൻജാനെ, ഇവിടെ എന്താണ് ഒരു അണ്ടർഗ്രൗണ്ട്? അത് ടോയോക്സ്, ഇവിടെയാണ് നമ്മൾ ഗണ്ണൊക്കെ വെക്കേണ്ടത്. ഓ ഗൈസ്, കണ്ടു ഗൈസ്, ഷിൻജാന് അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ലേറ്റ്സ് ഗോ. പക്ഷെ ഷിൻജാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. ഇല്ല ഗൈസ്, ഷിൻജാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഷിൻജാൻ അതിനുള്ള പൈസ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ഓക്കെ, ലേറ്റ്സ് ഗോ. ഓ നോ ഗൈസ്, നമ്മളെ ഷിൻജാൻ ഇതിനുള്ളിട്ട് പൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഷിൻജാൻ നമ്മളെ ഇതിന്റെ ഉള്ളിട്ട് പൂട്ടി. എടാ ഷിൻജാനെ. ടോയ്സ്, സോറി, ഇത് അറിയാണ്ട് അടഞ്ഞു പോയതാണ്. ഞാനിപ്പോ തുറന്നു തരാം. ഓക്കെ ഗൈസ്, ഷിൻജാൻ അതങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഷിൻജാന്റെ മോളിത്തെ റൂം ഒന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, ലേറ്റ്സ് ഗോ. ഓ ഗൈസ്, കണ്ടു ഗൈസ്, ഷിൻജാന്റെ വീട്. ഷിൻജാൻ ഇവിടെ മുകളിൽ ലൈബ്രറി സെറ്റ് ആക്കിണ്ടെന്നാണ് തോന്നുന്നത്. അതെ ഗൈസ്, ഷിൻജാൻ ടോയ്ലറ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഷിൻജാനെ തോപ്പിക്കാൻ പറ്റിയില്ല. ഓ നോ. പക്ഷെ സീനില്ല ഗൈസ്, ഷിൻജാനെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും തോപ്പിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്.